നമസ്കാരം, കൊച്ചാപ്പാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സോസേജ് കറിയാണ്. ഇത് ഉണ്ടാക്കാനായി ഞാൻ ഒരു തവ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ വറുക്കാനായി എടുത്തിട്ടുണ്ട്. ഞാനിന്ന് തേങ്ങ അരച്ചാണ് സോസേജ് കറി ഉണ്ടാക്കുന്നത്. വറുത്തരച്ച് ഉണ്ടാക്കുകയാണ്. ഈ തേങ്ങയിലേക്ക് ഒരു സ്പൂൺ ജീരകം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വറുത്തെടുക്കുന്നു. ജീരകം പെരുംജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് സോസേജ് കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്ക് 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. 3 സവാളയാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സോസേജ് എന്താണെന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവർക്കായി അതിൻ്റെ എങ്ങനെയാണ് സോസേജ് ഉണ്ടാക്കുന്നത്, എന്താണ് സോസേജ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പാടീരാക്കിളി പാടി രാരീരാരീരം രാരോ പാടീരാക്കിളി പാടി. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായി ഒന്ന് ഇളക്കി ഒരു അടപ്പിട്ട് മൂടി ഒരു 2-3 മിനിറ്റ് അടച്ച് വേവിക്കുക. തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെയൊക്കെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം. സിമ്മിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പ്രത്യേകിച്ച് അലുമിനിയം പാത്രം ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് വേവിക്കാം. വിൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു, വിൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരീരാരീരം രാരോ. ഞാനിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഞാൻ മിക്ക കറികളിലും ഉരുളക്കിഴങ്ങ് അരി ചേർക്കാറുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. പാടീരാക്കിളി പാടി. ഈ സോസേജ് ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാനിത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇന്ന് ഞാനത് ഫ്രൈ ആക്കിയിട്ടില്ല. പൂമിഴികൾ പൂട്ടിമെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ. കുരുമുളക് പൊടി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ സോസേജ് കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു തവണ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ഈ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷനുകൾ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതോടെ കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.